നമ്മുടെ ധ്യാനത്തിനായി മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള ദൈവവചനങ്ങൾ. Gospel according to Saint Matthew chapter 20 verses 20 through 28. അതിൽ 28-ാമത്തെ വാക്യം ഒരു വാക്യമായി വായിക്കുന്നു. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. Just as the Son of Man did not come to be served, but to serve and give his life as a ransom for many. നമ്മുടെ തലകളെ വണക്കാം. വചനമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പ്രഭാതത്തിനായി നിയോഗ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. അടിയൻ്റെ വായിലെ വാക്കുകൾ, നിൻ്റെ ജനത്തിൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ എല്ലായ്പ്പോഴും അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട്, ഉറ്റവരെയും നഷ്ടപ്പെട്ട് വേദനയിലൂടെ കടന്നു പോകുന്ന വയനാട്ടിലെ പ്രിയ സഹോദരങ്ങൾക്ക് പ്രാർത്ഥന പ്രണാമം. അവരുടെ ദുഃഖങ്ങൾക്കും ക്ലേശങ്ങൾക്കും ആശ്വാസം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അഭിനന്ദിയ ഡോക്ടർ യോക്കിം മാർ കൂർലോസ് സഫ്രൻ മെത്രാപ്പോലീത്ത തിരുമേനി, അഭിനന്ദിയ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ തിരുമേനി, ഇന്നത്തെ ശുശ്രൂഷയുടെ മുഖ്യ കാർമ്മികൻ അഭിനന്ദിയ ഡോക്ടർ തോമസ് മാത്യൂസ് എപ്പിസ്കോപ്പ തിരുമേനി, വികാരി ജനറൽ അച്ഛന്മാർ, വൈദിക ശ്രേഷ്ഠർ, ശമാശന്മാർ, സുവിശേഷർ, കർത്താവിൽ പ്രിയമുള്ളവരെ, മലങ്കര മർത്തോമ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്തോത്രത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാണ്. കാരണം സഭയിൽ 2 വൈദിക ജന്മം എടുക്കുന്ന ദിനമാണ്. മലങ്കര ശ്ലീഹായിക്കടുത്ത സിംഹാസനത്തിൻ്റെ അധികാരത്തുള്ള വിശുദ്ധ സഭയിൽ കശീശന്മാരായിരിക്കാൻ തൃത്വനാമത്തിൽ ജസ്റ്റിൻ ജോൺസൺ വർഗീസ് ശമാശനും റിജോ എബ്രഹാം ചെറിയാൻ ശമാശനും ഇന്ന് പട്ടം കെട്ടപ്പെടുകയാണ്. സഭയുടെ സജീവ സേവനത്തിലെ 982-ാമത്തെയും 983-ാമത്തെയും വൈദികരായിട്ടാണ് ഇന്നിവർ പ്രവേശിക്കുന്നത്. ഈ ദിവ്യ നിയോഗം ഏറ്റെടുക്കുവാനായി ഇവരെ ഒരുക്കിയ പട്ടക്കാർ, ഇടവക, സൺഡേ സ്കൂൾ കലാലയങ്ങൾ, അധ്യാപകർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സ്നേഹിതർ തുടങ്ങിയവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആരാണ് ഒരു പുരോഹിതൻ? ഹു ഈസ് എ പ്രീസ്റ്റ്? പുരത്തിൻ്റെ ഹിതം അറിയുന്നവനാണ് പുരോഹിതൻ. പുരം എന്ന് പറഞ്ഞാൽ ദേശം എന്നാണ്. ഹിതൻ എന്ന് പറഞ്ഞാൽ താല്പര്യങ്ങൾ അറിയുന്നവൻ. ദേശത്തിൻ്റെ നിറസാന്നിധ്യമാക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് പുരോഹിതൻ. പള്ളിയോടും ബന്ധപ്പെട്ട മതകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് മാത്രമല്ല ഒരു പുരോഹിതൻ്റെ ധർമ്മം. യേശുക്രിസ്തുവിൻ്റെ പ്രവാചക പൗരോഹിത്യ ഇടയ ധർമ്മങ്ങളിൽ പങ്കുചേർന്ന് സമൂഹത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ട്. ഒരു പുരോഹിതൻ അഥവാ വൈദികൻ സഭയിൽ നിർവഹിക്കേണ്ട ത്രിമാന ശുശ്രൂഷകളാണ്. ഒന്ന്, ഇടയ ശുശ്രൂഷ, പാസ്റ്റർ മിനിസ്ട്രി, അജപാലന ശുശ്രൂഷ. 2, ഇടയ പരിപാലനം, ഷെപ്പേഡിങ്. 3, ഇടയ പരിപോഷം, നർച്ചറിങ് ദി ഷീപ്പ് അഥവാ തിരുസഭയുടെ കെട്ടുപണി. ഇടയ ശുശ്രൂഷയിൽ ഒരു വൈദികനിൽ വെളിപ്പെടേണ്ടത് ആർദ്രതയും കരുണയും സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ഭാവങ്ങളാണ്. ഇതെല്ലാം തൻ്റെ ആടുകൾക്ക് നൽകണം. ഇടയ പരിപാലനത്തിൽ സഭയുടെ ക്രമീകൃതമായ
സംവിധാനമായ ജനാധിപത്യ സംവിധാനം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഭരണ നൈപുണ്യത്തിൻ്റെയും പ്രാഗൽഭ്യത്തിൻ്റെയും ആവശ്യകത. കമ്മിറ്റി, പൊതുയോഗം, ഭരണഘടന ഇതെല്ലാം ഇടവക പരിപാലനത്തിൻ്റെ ഭാഗമാണ്. മാധ്യമങ്ങൾ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അസത്യങ്ങളും അർത്ഥസത്യങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ സന്തോഷിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരികയാണ്. പ്രാദേശിക വിഷയങ്ങൾ പോലും ദേശീയ അന്തർദേശീയ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ ശമാശന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷ ദൈവകൃപയുടെ തണലിൽ നിർവഹിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായി ഇടയ പരിപോഷൻ, നർച്ചറിങ് ദി ഷീപ്പ്, അല്ലെങ്കിൽ തിരുസഭയുടെ കെട്ടുപണി, ബിൽഡിംഗ് അപ്പ് ദി ചർച്ച്. ഇടയ ശുശ്രൂഷയും ഇടയ പരിപാലനവും തിരുസഭയുടെ കെട്ടുപണിയാണ്. ശമാശനായാലും കശിശയായാലും പട്ടം കെട്ടപ്പെടുന്നത് അതിനുവേണ്ടിയാണ്. വസ്ത്രം നൽകിക്കൊണ്ട് കാർമികൻ്റെ പ്രാർത്ഥന ഇവിടെ ശ്രദ്ധേയമാണ്. സാരാംശത്തിൽ ഏകമായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്തുതിക്കും ബഹുമാനത്തിനും പ്രാബല്യത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിൻ്റെ തിരുസഭയുടെ സമാധാനത്തിനും കെട്ടുപണിക്കും തന്നെ. ഇന്ന് ധ്യാനത്തിനായി നാം വായിച്ച മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ സബദിപുത്രന്മാരുടെ അമ്മ യേശുവിനോട് തൻ്റെ ആഗ്രഹം അറിയിക്കുകയും അവർ പുത്രന്മാരുമായി വന്ന യേശുവിനെ നമസ്കരിച്ചു. അവൾ അവനോട്, എൻ്റെ പുത്രന്മാർ ഇരുവരും നിൻ്റെ രാജ്യത്തിൽ ഒരുത്തൻ നിൻ്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. യേശുക്രിസ്തു അതിന് നൽകിയ മറുപടിയുടെ ഭാഗമാണ് ഇന്ന് നാം വായിച്ച് കേട്ടത്. അതിൽ 26-27 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളിൽ മഹാൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. 28-ാമത്തെ വാക്യം: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. വൈദിക ശുശ്രൂഷയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണ് യേശുക്രിസ്തു ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ശുശ്രൂഷ ദൈവത്തിൻ്റേതാണ്. നിയോഗിക്കുന്നതും നിയമിക്കുന്നതും അയക്കുന്നതും ദൈവമാണ്. യേശുക്രിസ്തു പിതാവിനാൽ നിയോഗിതനാണ്. 23-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു പറയുന്നു, എൻ്റെ ഇടത്തും വലത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല, എൻ്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും. സോ ഡിവൈൻ കോൾ ഈസ് ദി മാൻഡേറ്റ് ഓഫ് മിനിസ്ട്രി. വിളി കൊണ്ടാണ് വൈദികൻ ഉണ്ടാകുന്നത്. എന്തിനു വേണ്ടിയാണ് താൻ വിളിക്കപ്പെട്ടത് എന്ന് കർത്താവ് ഈ വേദഭാഗത്ത് പറയുന്നു. അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന്. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയ്ക്കായി നുറുക്കപ്പെടുവാനാണ്, ഹോമിക്കപ്പെടുവാനാണ്, മറുവില ആകുവാനാണ്. അതുകൊണ്ട് വൈദിക ശുശ്രൂഷ ഒരു സുരക്ഷിത മേഖലയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്മരണീയനായ അലക്സാണ്ടർ മർത്തോമ മെത്രാപ്പൊലീത്തയുടെ വാക്കുകൾ പറഞ്ഞാൽ അത് മുള്ളും പറക്കാരിയും നിറഞ്ഞ കനൽ വഴികളാണ്. ഈ വേദഭാഗം വൈദിക ശുശ്രൂഷയിലെ കനൽ വഴികളുടെ ചില ബോധ്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഈ വേദഭാഗവുമായി ബന്ധപ്പെടുത്തി 3 കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഒരു വൈദികൻ തൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ കനൽ വഴികളെക്കുറിച്ച് തിരിച്ചറിവുള്ളവനായിരിക്കണം. ഒരു വൈദികൻ തൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ കനൽ വഴികളെക്കുറിച്ച് തിരിച്ചറിവുള്ളവനായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ 2 വഴികളാണ് ഉള്ളത്: ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യിപ്പിക്കുക. ടു സെർവ് ഓർ ടു ബി സെർവ്ഡ്. ഒരു വൈദികൻ്റെ വ്യക്തിത്വം
അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അജപാലന കർത്തവ്യ നിർവഹണത്തിന് പക്വവും ആരോഗ്യകരവുമായ കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ച് തന്നെ ഉണ്ടായിരിക്കണം. ഓർത്തഡോക്സ് സഭയിലെ സഖറിയാസ് മാർ സേവറിയോസ് മെത്രാപ്പൊലിത്തൻ, പഴയ സഖേറച്ചൻ, ഇപ്രകാരം പറയുന്നുണ്ട്: ദി ഇൻഎക്സ്പീരിയൻസ് ഷുഡ് നോട്ട് ഒബ്റ്റെയിൻ ദി സ്പിരിച്വൽ അതോറിറ്റി. ദി ഇൻഎക്സ്പീരിയൻസ് ഷുഡ് നോട്ട് ഒബ്റ്റെയിൻ ദി സ്പിരിച്വൽ അതോറിറ്റി. അതായത് നല്ല പാകം വരാത്തവർ, പക്വത വരാത്തവർ ആത്മീയ നേതൃത്വത്തിലേക്ക് കടന്നു വരരുത്. അത് അപകടം വിളിച്ചു വരുത്തും. ഇങ്ങനെയുള്ളവർക്ക് ശുശ്രൂഷിക്കുന്നതിനേക്കാൾ ശുശ്രൂഷിക്കപ്പെടുന്നതിനോടായിരിക്കും കൂടുതൽ താല്പര്യം. വേദപുസ്തകം ഓർപ്പിക്കുന്നു, ഒരു വൈദികൻ അന്യായ മോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നവനായിരിക്കണം. ഡിറ്റാച്ച് യുവർസെൽഫ് ഫ്രം പേഴ്സണൽ ഗെയിൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം തന്നെ താൻ തിരഞ്ഞെടുക്കേണ്ട വഴികളെക്കുറിച്ചുള്ള സംഘർഷങ്ങളായിരുന്നു. 40 രാവും പകലും ഉപവസിച്ച ശേഷം തൻ്റെ ശുശ്രൂഷാസരണയിൽ പുറപ്പെടുമ്പോൾ എളുപ്പത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള വഴികളുമായിട്ടാണ് സാത്താൻ അടുത്തു കൂടുന്നത്. ടു സെർവ് ഓർ ടു ബി സെർവ്. ശുശ്രൂഷിക്കണമോ അതോ ശുശ്രൂഷിക്കപ്പെടണമോ? ഇതായിരുന്നു സംഘർഷം. 1-2 പരീക്ഷകൾ പരാജയപ്പെട്ടപ്പോൾ മൂന്നാമതായി വലിയ ഓഫറാണ് നൽകുന്നത്. പിശാച് അവനെ ഏറ്റവും ഉയർന്ന മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവിടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു. ശുശ്രൂഷിക്കപ്പെടുവാനുള്ള പ്രലോഭനമായിരുന്നു ഇത്. ഇറ്റ് വാസ് എ ടെംപ്റ്റേഷൻ ടു ബി സെർവ്ഡ്. മഹത്വവും പ്രതാപവും ദൈവരാജ്യ വളർച്ചയുടെ ശത്രുക്കളായി ഇന്നും തുടരുകയാണ്. എന്നാൽ യേശുക്രിസ്തു സാത്താൻ്റെ പരീക്ഷകളെ അതിജീവിച്ചതിലൂടെ താൻ തിരഞ്ഞെടുക്കുന്ന ശുശ്രൂഷയുടെ വഴികൾ കുരിശിൻ്റെ കനൽ വഴികളാണ് എന്ന ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ന് 2 വൈദിക സ്ഥാനികൾ യേശുക്രിസ്തു സഞ്ചരിച്ച കുരിശിൻ്റെ കനൽ വഴികളെ തിരഞ്ഞെടുത്ത് സ്വയത്യാഗിയായി ക്രിസ്തുവിൻ്റെ കുരിശെടുക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി ലോകത്തിൽ നുറുക്കപ്പെടുവാൻ സ്വയം സമർപ്പിക്കുന്ന പരിപാവന ശുശ്രൂഷയാണ് വിശുദ്ധ മദ്ബാഹയിൽ നടക്കുന്നത്. സമർപ്പിതർക്ക് മാത്രമേ തങ്ങൾ തിരഞ്ഞെടുത്ത കനൽ വഴികളിലെ ചൂണ്ടുപലകളായി നിൽക്കുവാൻ സാധിക്കൂ. പട്ടത്ത സമൂഹത്തിന് അഭിമാനകരമായ ഒരു ചൂണ്ടുപലകയാണ് ജെസ്യൂട്ട് വൈദികനായ ഫാദർ സ്റ്റാൻ സാമി. എ കേജ്ഡ് ബേർഡ് ക്യാൻ സ്റ്റിൽ സിംഗ്. കൂട്ടിലടയ്ക്കപ്പെട്ട കിളിക്കും പാടുവാൻ സാധിക്കും. ഫാദർ സ്റ്റാൻ സാമിക്കുള്ളൊരു മ്യൂസിക് ട്രിബ്യൂട്ട്, സംഗീത ആദരവാണിത്. ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ച് 2020 മനുഷ്യാവകാശ പ്രവർത്തനമുള്ള അവാർഡ് ലഭിച്ച ഈ വൈദികനെ ആദിവാസി ഗോത്രാവകാശത്തിനും ക്ഷേമത്തിനും വികസനത്തിനു വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ജന്മിമാരുടെ രാഷ്ട്രീയ സ്വാധീനത്താൽ തീവ്രവാദിയായി മുദ്രകുത്തി നവി മുംബൈയിൽ ഉള്ള തലോജ സെൻട്രൽ ജയിലിൽ ബന്ധനസ്ഥനാക്കി. 84 വയസ്സിലും ശരിയായ ചികിത്സ പോലും നൽകാതെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. എങ്കിലും പതറാതെ താൻ തന്നെ തിരഞ്ഞെടുത്ത ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ കനൽ വഴികളെ ആലിംഗനം ചെയ്തുകൊണ്ട് 2021 ജൂലൈ 5 ജയിലിൽ വീരമൃത്യു വരിച്ചു. ഫാദർ സ്റ്റാൻ സാമിയെ പോലെയുള്ള വൈദികരാണ് കുരിശിൻ്റെ കനൽ വഴികളിൽ നമുക്ക് മാതൃകകളായിട്ടുള്ളത്. ആയതിനാൽ പ്രിയ ശമാശന്മാരെ, നിങ്ങൾ ഏറ്റെടുക്കുന്ന നിയോഗങ്ങളിൽ, പോരാട്ടങ്ങളിൽ, സംഘർഷങ്ങളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കുരിശിൻ്റെ കനൽ വഴികളെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവരായിരിക്കണം. ആ ബോധ്യം നിങ്ങൾക്ക് ധൈര്യവും പ്രചോദനവും പ്രത്യാശയുമായി ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. രണ്ടാമതായി, ഒരു വൈദികൻ സ്നേഹത്തിൻ്റെ കനൽ വഴികളെ പിന്തുടരുന്നവനായിരിക്കണം. ഒരു വൈദികൻ സ്നേഹത്തിൻ്റെ കനൽ വഴികളെ പിന്തുടരുന്നവനായിരിക്കണം. സ്നേഹത്തിന് കനൽ വഴികളുണ്ടോ എന്ന് നാം സംശയിക്കാം.
26-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു പറയുന്നു, മഹാൻ ശുശ്രൂഷക്കാരനാകണം, ഒന്നാമൻ ദാസനാകണം. ഇത് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഒരു ആഹ്വാനമാണ്. ശിഷ്യത്വത്തിൻ്റെയും അജപാലന ശുശ്രൂഷയുടെയും അടിസ്ഥാന യോഗ്യത ക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ ബന്ധവും സ്നേഹവുമാണ്. ബ്രിട്ടീഷ് ദൈവശാസ്ത്രജ്ഞനായ CK ബാരറ്റ് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ഈസ് ദി ഇന്നെവിറ്റബിൾ ക്വാളിറ്റി ഓഫ് പേഴ്സണൽ മിനിസ്ട്രി. റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ഈസ് ദി ഇന്നെവിറ്റബിൾ ക്വാളിറ്റി ഓഫ് പാസ്റ്ററൽ മിനിസ്ട്രി. ബന്ധങ്ങളിലാണ് നിയോഗത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. 2 കൊരിന്ത്യർ 5:14 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. സ്നേഹത്തിൻ്റെ വാക്കുകൾക്കും അവകാശവാദങ്ങൾക്കും അപ്പുറം സ്നേഹത്തിൻ്റെ ദീപ്തമായ പ്രവൃത്തിയിലേക്ക് ഒരു വൈദികൻ പ്രവേശിക്കുമ്പോഴാണ് അത് കനൽ വഴികളായി തീരുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 43-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. 39-ാമത്തെ വാക്യത്തിലും അത് മറ്റൊരു വിധത്തിൽ കർത്താവ് ഇവിടെ പറയുകയാണ്, നിൻ്റെ വലത്ത് ചെകിടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക എന്ന്. ഇവിടെ സ്നേഹം സഹനത്തിൻ്റെ കനൽ വഴികളാകണം എന്ന് കർത്താവ് ആലോചിക്കുകയാണ്. ഇത് വെറും വാക്കുകളല്ല, പൊയ് വാക്കുകളല്ല. ഗത്സമനയിൽ വെച്ച് ചുംബനത്തിലൂടെ തന്നെ വഞ്ചിച്ച് ശത്രുക്കളുടെ കയ്യിലേക്ക് ഒറ്റിക്കൊടുത്ത ഇസ്കര്യോത്ത് യൂദാവേ സ്നേഹിത എന്ന് വിളിച്ച ക്രിസ്തുനാഥൻ്റെ മാതൃകയുടെ ശുശ്രൂഷയാണ് നമുക്ക് നിറവേറ്റുവാനായിട്ടുള്ളത്. ഇത് സ്നേഹത്തിൻ്റെ കനൽ വഴിയാണ്. മകളുടെ ഘാതകനെ ഭവനത്തിൽ സ്വീകരിച്ച് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ പാദം കഴുകിയ സിസ്റ്റർ റാണി മറിയയുടെ മാതാവ് എലിസ്വ, കുഷ്ഠരോഗികളുടെ സൗഖ്യത്തിനായും നിർധനരുടെ ഉദ്ധാരണത്തിനായും പ്രവർത്തിച്ച തൻ്റെ ഭർത്താവിനെയും പിഞ്ചോമനകളായ 2 ആൺമക്കളെയും നിഷ്ഠൂരമായി ചുട്ടുകരിച്ചു കൊന്നവരോട് ക്ഷമിക്കുവാൻ മാത്രമാണ് യേശുക്രിസ്തു എന്നെ പഠിപ്പിച്ചത് എന്ന് പ്രഖ്യാപിച്ച ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസ് എന്നിവർ തീക്കനൽ ശത്രുക്കളുടെ തലയിൽ കൂന കൂട്ടി ക്രിസ്തുവിനായി ശത്രുക്കളെ നേടിയവരാണ്. ആധുനിക ലോകത്ത് ഇത് വളരെ സങ്കീർണമായ ഒരു പാതയാണെന്ന് ഏവർക്കും അറിയാം. വക്രതയും കോട്ടവും യുക്തിയും യാഥാർത്ഥ്യബോധവും നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ നേർക്കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷ ബലഹീനൻ്റെ ഭാഷയാണ്. പ്രിയ ശമാസന്മാരെ, നമ്മെ ബലമുള്ളവരാക്കുവാൻ ബലഹീനനായി തീർന്ന യേശുക്രിസ്തു കാട്ടിയ സ്നേഹത്തിൻ്റെ കനൽ വഴികളെ പിന്തുടരുവാൻ നിങ്ങൾ സമർപ്പിക്കപ്പെടുകയാണ്. അതിനായി കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായി, ഒരു വൈദികൻ സാക്ഷ്യത്തിൻ്റെ കനൽ വഴികളെക്കുറിച്ച് ബോധമുള്ളവരാകണം. ഒരു വൈദികൻ സാക്ഷ്യത്തിൻ്റെ കനൽ വഴികളെക്കുറിച്ച് ബോധമുള്ളവരാകണം. ക്ലോത്ത്സ് ഡു നോട്ട് മേക്ക് ദി മാൻ എന്ന ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. വസ്ത്രം മനുഷ്യനെ സൃഷ്ടിക്കുന്നില്ല. പുരോഹിതൻ്റെ വസ്ത്രമല്ല ഒരു സമർപ്പത്തിനെ പുരോഹിതനാക്കി തീർക്കുന്നത്. ജീവിതത്തിലെ ഉൾക്കാഴ്ചകളാണ്, ആന്തരിക ദർശനങ്ങളാണ്. ഇത് മറ്റൊരു ചിന്തകൻ പറയുന്നുണ്ട്, യുവർ എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ് ഡസ് നോട്ട് ഡിറ്റർമൈൻ ഹൂ യു ആർ, യുവർ ഇൻറ്റേർണൽ വിഷൻ ഡിറ്റർമൈൻ ഹൂ യു ആർ. നമ്മുടെ ജീവിതത്തിലെ ഉൾക്കാഴ്ചകളാണ്, ആന്തരിക ദർശനങ്ങളാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ സാക്ഷ്യം. അവർ ഇൻറ്റേർണൽ വിഷൻ ഈസ് അവർ ഫെയ്ത്ത്, അവർ ഫെയ്ത്ത് ഈസ് അവർ ടെസ്റ്റിമണി. ഒരു വൈദികൻ സാക്ഷ്യത്തിൽ യാഥാർത്ഥ്യമാക്കപ്പെട്ട ക്രിസ്ത്യാനുകരണത്തിനായി വിളിക്കപ്പെട്ടവനാണ്. അവൻ പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും വെല്ലുവിളികളുടെയും മുൻപാകെ ക്രിസ്തു സാക്ഷ്യത്തിൽ നിന്നും പിന്മാറാത്തവനും പുറകോട്ട് പോകാത്തവനും സത്യത്തെ പ്രഘോഷിക്കുന്നവനും ആയിരിക്കണം. അവൻ പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും വെല്ലുവിളിയുടെയും മുൻപാകെ ക്രിസ്തു സാക്ഷ്യത്തിൽ നിന്ന് പിന്മാറാത്തവനും പിറകോട്ട് പോകാത്തവനും
സത്യത്തെ പ്രഘോഷിക്കുന്നവനുമായിരിക്കണം. 22-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ? ക്യാൻ യു ഡ്രിങ്ക് ദി കപ്പ് ഐ ആം ഗോയിങ് ടു ഡ്രിങ്ക്? ദൈവരാജ്യത്തിനും അതിൻ്റെ മഹത്വത്തിനും വേണ്ടി നാം ബോധപൂർവം ഏറ്റെടുക്കുന്ന സഹനങ്ങളെ, നാം അഭിമുഖീകരിക്കുന്ന മുറിവുകളെ ദൈവവചനത്തിൻ്റെ അടിത്തറയിലും ജീവിത സാക്ഷ്യത്തിലും ഏറ്റെടുത്ത് ജനത്തെ ദൈവരാജ്യത്തിന് അവകാശപ്പെടുത്തുവാൻ പ്രിയ ശമാശന്മാരെ നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. 3 ചിന്തകളാണ് നിങ്ങളുടെ മുൻപിൽ വെച്ചത്. 1, ഒരു വൈദികൻ തൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ കനൽ വഴികളെക്കുറിച്ച് തിരിച്ചറിവുള്ളവനായിരിക്കണം. 2, ഒരു വൈദികൻ സ്നേഹത്തിൻ്റെ കനൽ വഴികളെ പിന്തുടരുന്നവനായിരിക്കണം. 3, ഒരു വൈദികൻ സാക്ഷ്യത്തിൻ്റെ കനൽ വഴികളെക്കുറിച്ച് ബോധമുള്ളവനായിരിക്കണം. പ്രിയ ശമാശന്മാരെ, ഇന്ന് വിശുദ്ധ അൽത്താരയിൽ ക്രിസ്തുവിനായി ഹോമിക്കപ്പെടുവാൻ തങ്ങളുടെ മുട്ടുകളെയും തലകളെയും വണക്കി സ്വയം സമർപ്പിതരാകുന്ന ഈ വേളയിൽ നിങ്ങൾ പ്രവേശിക്കുന്ന കനൽ വഴികളിൽ നിങ്ങൾ ഏകരല്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഭാഗ്യസ്മരണീയനായ സക്രിയാസ് മാർ തിയോഫിലോസ് സഫ്രൻ മെത്രാപ്പോലീത്ത തൻ്റെ ജീവിതാനുഭവങ്ങളെ ചേർത്തിണക്കിക്കൊണ്ടൊരു ഗാനം രചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈരടികളിൽ തിരുമേനി ഇപ്രകാരം കുറിച്ചിരിക്കുന്നു. ഇത് നിങ്ങളുടെ നാവിൻ തുമ്പിൽ എപ്പോഴും ഉള്ളത് നല്ലതാണ്. ജീവിത യാത്രയിൽ ഏകനായി പോയിക്കലും കൂടെ നടന്നിടുന്നു. ഇരുൾ തിങ്ങും പാതയിൽ ദീപം പകർന്നെന്നെ ഇടറാതെ നടത്തിയിരുന്നു. എൻ മനമേ ആനന്ദിക്ക, തൻ നന്മകൾ ഓർത്തിടുക, കരുതുവാൻ താതൻ കൂടെയുള്ളതിനാൽ ആകുലം ഏതുമില്ല. യേശുക്രിസ്തു അരുളി ചെയ്യുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് എനിക്ക് ഇപ്രകാരം ഒരു അവസരം നൽകിയ അഭിനന്ദിയ ഡോക്ടർ യോക്കിം മാർ കൂർലോസ് സഫർഗൻ മെത്രാപ്പോലീത്ത നമ്മുടെ ഭദ്രാസന ബിഷപ്പാണല്ലോ. തിരുമേനിയുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.